കന്യാസ്ത്രീകൾക്കെതിരായ കേസിന് പിന്നാലെ ബിജെപി ബാന്ധവത്തെ ചൊല്ലിയുള്ള നിലപാടിൽ കത്തോലിക്ക സഭയിൽ ഭിന്നസ്വരം. ഒരു വിഭാഗം സഭാ നേതാക്കൾ കടുത്ത വിമർശനം തുടരുമ്പോഴും മൃദു സമീപനമാണ് സിറോ മലബാർ സഭാ നേതൃത്വത്തിലെ ഒരു വിഭാഗം സ്വീകരിക്കുന്നത്. കടുത്ത ബിജെപി വിമർശനങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും കേരള സഭയിലെ നേതൃത്വം പിൻവലിഞ്ഞു. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. സജോ ദേവസ്യ, ഗുഡ് ഈവനിംഗ്. സിറോ മലബാർ സഭയ്ക്ക് കൃത്യമായ ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ കേസിൽ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് സഭാ നേതൃത്വത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം തന്നെ മാറിയിരിക്കുന്നു എന്നതാണോ നമ്മൾ ഈ പ്രതികരണങ്ങൾ ഇല്ലാതാകുന്നതിൽ നിന്ന്, മയപ്പെടുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സുജയ, കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് അതേ നിലയിൽ തന്നെയുള്ള നിലപാടല്ല സഭാ നേതൃത്വം സ്വീകരിക്കുന്നതെന്നാണ് സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ വലിയ പ്രതിഷേധം, ഒറ്റക്കെട്ടായ പ്രതിഷേധം, ഭിന്നാഭിപ്രായങ്ങളില്ലാത്ത പ്രതിഷേധം കേരള സഭയും രാജ്യമാകെ കത്തോലിക്ക സഭയും വിവിധ ക്രൈസ്തവ സഭകളും ഉയർത്തി. പക്ഷേ ഈ ജാമ്യത്തിന് പിന്നാലെ കടുത്ത വിമർശനങ്ങൾ ബിജെപിക്കെതിരെ സ്വീകരിക്കുന്നതിൽ നിന്ന് ഒരു വിഭാഗം സഭാ നേതൃത്വം പിൻവലിച്ചിട്ടുണ്ട്. ഇനി കടുത്ത പ്രതിഷേധങ്ങൾ, കടുത്ത വിമർശനങ്ങൾ എന്നിവ ആവശ്യമില്ല എന്ന നിലപാട് ഒരു വിഭാഗത്തിനുണ്ട്. അവരുടെ വാദം എന്നത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ അവിടെ പ്രോസിക്യൂഷൻ സ്വീകരിച്ച നിലപാട് ഗുണകരമായിട്ടുണ്ട്, അല്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കാതിരുന്നത് സഹായകരമായി. അത് സമ്മർദ്ദത്തിന്റെ ഫലമായി തന്നെയാണ്. അത് സംസ്ഥാന ബിജെപിയുടെ ഇടപെടൽ, അതുവഴി ഉണ്ടായ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തന്നെ ഗുണം ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ കടുത്ത നിലപാടുകൾ, ഉദാഹരണത്തിന് മാവോയിസ്റ്റ് ബന്ധമടക്കമുള്ള, അതല്ലെങ്കിൽ കസ്റ്റഡി ആവശ്യം പോലെയുള്ള, അതല്ലെങ്കിൽ അന്വേഷണത്തിലെ പ്രാഥമിക കണ്ടെത്തൽ എന്ന നിലയ്ക്കോ കടുത്ത എതിർപ്പ് ഉന്നയിക്കാമായിരുന്നു. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. അതും ജാമ്യം ലഭിക്കുന്നതിന് സഹായകരമായി മാറി. എല്ലാവരും സഹായിച്ചിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ട്, ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ സഹായവും പിന്തുണയും ഉണ്ടായിട്ടുണ്ട്. അതിനെ ഒരു തുറന്ന സമീപനത്തോടെ സമദൂരമായി സ്വീകരിച്ചാൽ മതിയാകും. അതേസമയം വിമർശനങ്ങൾ ഉണ്ട്, ആ വിമർശനങ്ങൾ തുടരും. പക്ഷെ അതിന്റെ രൂപം മറ്റൊരു രീതിയിലായിരിക്കും. ഈ മൃദു സമീപനം കുറെയൊക്കെ സ്വീകരിക്കും എന്നതാണ് അതിന്റെ ഒരു കാര്യം. അതായത് ഒരു വിഭാഗം സഭാ നേതൃത്വത്തിന് ഈ നിലപാടാണ്, മറുവിഭാഗം പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി, സംസ്ഥാനത്തെ ബിജെപി നേതൃത്വം ഞങ്ങളുമായി ചങ്ങാത്തത്തിനൊക്കെ വന്നു, അതിൽ തിരിച്ചറിവ് ഈ ഘട്ടത്തിലുണ്ടായി. ഉത്തരേന്ത്യയിൽ വലിയ ക്രൈസ്തവ വേട്ട നടക്കുന്നു, ന്യൂനപക്ഷ വേട്ട നടക്കുന്നു. ദീപിക, സിറോ മലബാർ സഭയുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ദീപിക ദിനപത്രം മുഖപ്രസംഗം എഴുതുന്നു. ബജ്രംഗ് ദളിന്റെ പേരെടുത്തു പറഞ്ഞ് കടുത്ത ക്രൈസ്തവ വേട്ടയുണ്ട്, ഇങ്ങനെ ഈ സംഘപരിവാർ സംഘടന തന്നെയാണ് കള്ളക്കേസിൽ കുടുക്കിയത്, കേസ് റദ്ദാക്കണം, അവരെ സംരക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാരല്ലേ എന്ന് ആത്മപരിശോധന ചെയ്യണം, കേരളത്തിലെ ക്രൈസ്തവർ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് തുടങ്ങിയുള്ള കടുത്ത വിമർശനങ്ങളാണ്. അതേസമയം നേരത്തെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞിരുന്നു. അമിത്ഷായുടെ ഉറപ്പടക്കം ഇവിടെ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള നന്ദി പറഞ്ഞിരുന്നു. ആ നന്ദിയെ ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ തള്ളുന്നു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, സഭാ നേതൃത്വത്തിന്റെ അഭിപ്രായമല്ല എന്ന് പറയുന്നത്. അതായത് ഫലത്തിൽ സഭയിൽ രണ്ട് അഭിപ്രായമുണ്ട്. കടുത്ത വിമർശനവും പ്രതിഷേധവും തുടരുന്നവരുടെ പക്ഷവും ഒരു മൃദു സമീപനം മതി, ഇനി ഇക്കാര്യത്തിൽ തുടർന്ന് അങ്ങോട്ടേക്ക് എന്ന് നിലപാടുള്ളവരുമുണ്ട് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. ഇതിനെ ചൊല്ലിയുള്ള അഭിപ്രായങ്ങൾ, വിമർശനങ്ങളൊക്കെ സഭയ്ക്കകത്തും പുറത്തും സജീവമാണ് എന്നതും ശ്രദ്ധേയമാണ് സുജയ.